പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആമുഖമായി പറയട്ടെ, എൻ്റെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത് കൊച്ചനുജൻ തൻ്റെ ബാലപാഠങ്ങൾ ഉരുവിടുന്ന അവിടെ വെച്ചാണ്. നമുക്കിനി ശേഷിച്ച ഭാഗം, കവിതയുടെ ശേഷിച്ച ഭാഗത്തിൻ്റെ ആസ്വാദനം കൂടി ഒന്ന് നടത്താം. കൊച്ചനുജൻ അതിനുശേഷം വടക്കിനി മൂലയിലേക്ക് പോവുകയാണ്. ആരും അകായിലിൽ എന്തേ വടക്കിനി മൂലയിൽ ഇത്രയും നാട്ടുകൂട്ടം. ആരെയും കാണാനില്ല. എന്താണ് വടക്കിനി? വടക്കിനി എന്ന് പറഞ്ഞാൽ നമ്മൾ വീടിൻ്റെ അടുക്കളയോട് ചേർന്ന വടക്ക് ഭാഗത്തുള്ള സ്ഥലമാണ്. അടുക്കളയോട് ചേർന്ന വടക്കു ഭാഗത്തുള്ള സ്ഥലമാണ്. അവിടെയാണ് സ്ത്രീകൾ വീട്ടു കാര്യങ്ങൾ, പാചകം ചെയ്യാനൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ വെച്ചാണ് ചെയ്യുന്നത്. അവിടെ എന്താണ് ഇത്ര ഒരു നാട്ടുകൂട്ടം? എന്താണ് ഒരു തിരക്ക്? തേങ്ങിയ താരേ ചിരിച്ച താരേ തേടി ഞാൻ അങ്ങോട്ടു ചെന്ന നേരം ഞാനറിയാതുള്ള ഭാഷ മുരളുന്ന തേനീച്ച കൂടാണതെന്നു തോന്നി. കൊച്ചനുജൻ അങ്ങോട്ട് ചെല്ലുകയാണ്. ആരോ അവിടെ നിന്ന് തേങ്ങുന്നു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ആരായിരിക്കാമെന്ന്. ചേച്ചിയായിരിക്കാം, അല്ലേ? ആരൊക്കെയോ അവളെ കളിയാക്കി ചിരിക്കുന്നു. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ എനിക്ക് തോന്നിയത്, അവിടെ ഇടശ്ശേരി ഇങ്ങനെയാണ് പറയുന്നത്, ഞാനറിയാതുള്ള ഭാഷ മുരളുന്ന തേനീച്ചക്കൂടാണതെന്ന് തോന്നി. എന്താണ് ഇടശ്ശേരി ഈ വരികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് കുട്ടികൾക്കറിയാമോ? തേനീച്ചയുടെ ഭാഷ നമുക്കറിയുമോ? ഇല്ല. ഞാനറിയാതുള്ള ഭാഷ മുരളുന്ന തേനീച്ചക്കൂട്, തേനീച്ചയുടെ ഭാഷ നമുക്കറിയില്ല. അപ്പോൾ അവർ സംസാരിക്കുന്നത് കൊച്ചനുജന് അറിയാത്ത എന്തോ ഭാഷയാണ്. എന്തുകൊണ്ടായിരിക്കാം കൊച്ചനുജൻ അങ്ങനെ വിചാരിച്ചത്? അവനറിയാത്ത ഭാഷയാണെന്ന്. അവർ പറഞ്ഞതൊന്നും തന്നെ കൊച്ചനുജന് മനസ്സിലായിട്ടുണ്ടാവുകയില്ല. അതിനു മാത്രം കുട്ടിക്ക് പ്രായമായോ? ഇല്ല. ജീവിതത്തിൻ്റെ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രായം ആ കുഞ്ഞിന് ആയിട്ടില്ല. അതുകൊണ്ടാണ് കൊച്ചനുജന് തോന്നിയത് ഞാനറിയാത്ത ഏതോ ഭാഷ മുരളുന്ന തേനീച്ചക്കൂടാണത് എന്ന്. ആ സംസാരത്തെ തേനീച്ചകളുടെ ഭാഷയുമായിട്ടാണ് കവി താരതമ്യം ചെയ്തിട്ടുള്ളത്. അവനറിയാത്ത കാര്യമാണ് എന്ന് പറയാനാണ് ഈ താരതമ്യം കവി ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി കൊച്ചനുജന് ഒരു കാര്യം ബോധ്യമായി. ചേച്ചി തന്നെ വിട്ടുപോവുകയാണ്. ഇത് ബോധ്യമാക്കുന്ന വരികൾ ഏതൊക്കെയാണ് പറയാമോ? താഴെയുണ്ട്. ഏതാണ് നോക്കൂ. അതെ, ഏതാണ്? പോവുകയാണു നീ ദൂരെയെങ്ങോ പൊന്നനുജാതനെ കൂട്ടിടാതെ. നിന്റെ പൊന്നനുജനെ കൂട്ടാതെ നീ എങ്ങോട്ടോ പോവുകയാണ്, അല്ലേ ചേച്ചി? കൊച്ചനുജന് ആകെ വിഷമായി.
അവനാകെ സംഘർഷത്തിലാണ്. അവൻ ഉണ്ണുന്നതും ഉറങ്ങുന്നതും ഒക്കെ ആരുടെ ഒപ്പമാണ്? ചേച്ചിയോടൊപ്പമാണ്. കളിക്കുന്നതും അവൻ്റെ എല്ലാം അവൻ്റെ ചേച്ചിയാണ്. അങ്ങനെയുള്ള ചേച്ചിയാണ് പോകാനിരിക്കുന്നത്. അവനപ്പോൾ പ്രയാസമുണ്ടാകില്ലേ? പ്രയാസമുണ്ടാകും. ഇത് കാണിക്കുന്ന ഒരു വരി, 2 വരി കവി അവിടെ എഴുതി വച്ചിട്ടുണ്ടല്ലോ കവിതയിൽ. എന്താണത്? 2 വരി കൊച്ചനുജൻ്റെ സംഘർഷം, മാനസിക സംഘർഷം സൂചിപ്പിക്കുന്ന 2 വരിയുണ്ട്. നോക്കൂ, ഏതാണ്? നീ എന്നരികിൽ ഇരുന്നുരാവിൽ, നീ മന്ദമന്ദം പുറം തലോടി, നീണ്ട നെടുവീർപ്പു കൊണ്ടിറക്കിയിട്ടു ഞാൻ കണ്ടു കനത്ത കിനാവനേകം. നോക്കൂ, 2 വാക്ക് അവിടെ ഇടശ്ശേരി പ്രയോഗിച്ചിട്ടുണ്ട്. നീണ്ട നെടുവീർപ്പ്, കനത്ത കിനാവ്. എന്താണ് ഈ വാക്കുകൾ കൊണ്ട് കവി ഉദ്ദേശിക്കുന്നത്? നീണ്ട നെടുവീർപ്പ്. എന്താണ് ഈ നെടുവീർപ്പ്? അറിയാമോ? നാം ദീർഘമായി ശ്വാസോച്ഛ്വാസം നടത്താറുണ്ട് അല്ലേ? ഇങ്ങനെ ശ്വാസോച്ഛ്വാസം നടത്തുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? നെടുവീർപ്പ്. എവിടെ നിന്നാണ് ഈ നെടുവീർപ്പ് വരുന്നത്? നമ്മുടെ മനസ്സ്, നമ്മുടെ മാനസിക സംഘർഷത്തെ അയക്കാൻ കാണുന്ന ഒരു മാർഗമാണ് ഈ നെടുവീർപ്പ്. ഇവിടെ അവൻ നീണ്ട നെടുവീർപ്പാണ്. ഒരു ചെറിയ നെടുവീർപ്പ് കൊണ്ടൊന്നും അവൻ്റെ ആ സംഘർഷം അയയുന്നില്ല. നീണ്ട നെടുവീർപ്പാണ്. എന്നിട്ടോ കണ്ടു കനത്ത കിനാവാണ്. കനത്ത കിനാവ്. കിനാവിന് കനമുണ്ടോ? കിനാവിന് കനമൊന്നുമില്ല. പിന്നെന്താണ്? അവൻ്റെ കിനാവുകൾ അത്ര കനപ്പെട്ടതായിരിക്കുന്നു. ലാഘവത്തോടു കൂടിയുള്ളതല്ല, ലഘുവല്ല, കനപ്പെട്ടതാണ്. അതിന് ഭാരം കൂടിയിരിക്കുന്നു. ഇതൊക്കെ ആ കുട്ടിയുടെ മനസ്സിൻ്റെ സംഘർഷത്തെ കാണിക്കാനാണ് കവി ഉപയോഗിച്ചിട്ടുള്ളത്. മാനസിക സംഘർഷത്തെ കാണിക്കാനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ അവൻ ആശ്വസിക്കുകയാണ് അല്ലേ? എങ്ങനെയാണ് ആശ്വസിക്കുന്നത്? എങ്ങനെയാണ്? ഞാനിനി താനെ കുളിച്ചു കൊള്ളാം, ഞാനിനി താനെ കിടന്നുറങ്ങാം, ഞാനിനി താനെ കുളിച്ചു കൊള്ളാം. ഞാൻ താനെ കുളിച്ചോളാം, ഞാൻ താനെ കിടന്നുറങ്ങാം. എല്ലാം അവൻ ഒരു ആശ്വാസത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുകയാണ്. അപ്പോഴും അവൻ്റെ സങ്കടം എന്താ അറിയൂ? ചേച്ചി പോയാൽ പാവയും പീലിയുമൊക്കെ എന്തു ചെയ്യുമെന്നാണ്. ആ കൊച്ചു മനസ്സിൻ്റെ സങ്കടം നോക്കൂ. അവനത്ര കാര്യങ്ങളെ മനസ്സിലാക്കാൻ ആയിട്ടുള്ളൂ. അങ്ങനെ ഒരു കൊച്ചു കുഞ്ഞാണവൻ. അപ്പോൾ തൻ്റെ ചേച്ചി പോകുന്ന ഭയാനകമായ ഒരവസ്ഥയെയാണ് അവൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാമായ ചേച്ചിയാണ്. ഈ ചേച്ചിയും അനിയനും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ കഥയാണ് ഈ കവിത. ഇനി കവിതയിൽ അവസാന 4 വരിയൊന്ന് പരിശോധിച്ചു നോക്കൂ. അവസാനത്തെ 4 വരി ഏതാണത്? ഏതാണ് അവസാനത്തെ 4 വരി? നീ നട്ടു ചെന്തള് മുറ്റി നിൽക്കും തൂമുല്ലയുണ്ടിളം മൊട്ടിടുന്നു. നീ നട്ടു ചെന്തള് മുറ്റി നിൽക്കും തൂമുല്ലയുണ്ടിളം മൊട്ടിടുന്നു. ആഴത്തിലത്രയും താണിറങ്ങിപ്പോയ വേരിനി എങ്ങനെ
നീ പറിക്കും. എന്താണ് ഈ വരികൾ കൊണ്ട് കവി ഉദ്ദേശിക്കുന്നത്? എന്താണ് അവിടെ പറഞ്ഞിട്ടുള്ളത്? നീ നട്ട് ചെന്തളിര്, ചുമന്ന തളിര്, നീ നട്ടിട്ട് ചുമന്ന തളിർ വന്നിട്ടുള്ള മുല്ല. ആ മുല്ലയുണ്ട്, പൂവിട്ട് നിൽക്കുന്നു. അതിൻ്റെ വേര് ആഴത്തിൽ പോയിട്ടുണ്ട്. ആ വേര് നീ ഇനി എങ്ങനെ പറിച്ചു പോകും ചേച്ചി എന്നാണ് കൊച്ചനുജൻ്റെ ഹൃദയം ചേച്ചിയോട് ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ആ ചോദ്യം? ഈ പറഞ്ഞതാണോ? ഒരു മുല്ല അവിടെ പൂവിട്ട് നിൽപ്പുണ്ടോ? ഇല്ലെന്നാണ് മാഷിന് തോന്നുന്നത്. അപ്പോൾ ഏതായിരിക്കും ആ മുല്ല? അതെവിടെയായിരിക്കും പൂവിട്ട് നിൽക്കുന്നത്? മുറ്റത്തായിരിക്കുമോ? സാധാരണ നമ്മൾ ചെടികൾ നടുന്നത് മുറ്റത്താണല്ലോ, അല്ലേ? മുറ്റത്താണ്. അപ്പോൾ ഇവിടുത്തെ മുല്ല ഏതാണ്? മുറ്റം ഏതാണ്? ഏതാണ് ആ മുല്ല? പൂവിട്ട് നിൽക്കുന്ന മുല്ല ഏതാണ്? അതെ, അത് ചേച്ചിയുടെ സ്നേഹമാണ്. അപ്പോൾ സ്നേഹമാണ് പൂവിട്ട് നിൽക്കുന്നതെങ്കിൽ അത് മുറ്റത്തല്ലല്ലോ നിൽക്കുക. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്ന മുറ്റം ഏതായിരിക്കും? കൊച്ചനുജൻ്റെ മനസ്സു തന്നെ. അപ്പോൾ കൊച്ചനുജൻ്റെ മനസ്സിൽ ചേച്ചിയുടെ സ്നേഹത്തിൻ്റെ മുല്ല പൂവിട്ട് നിൽക്കുന്നുണ്ട്, തളിർത്ത് പൂത്തു നിൽക്കുന്നു. അതിൻ്റെ വേരങ്ങനെ ആഴത്തിലേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ആ സ്നേഹമാകുന്ന മുല്ലയുടെ വേര് ആഴത്തിലേക്ക് പോയിട്ടുണ്ട്. അത് നിനക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എന്താണ് കവി ചോദിക്കുന്നത്, ഉദ്ദേശിക്കുന്നത്? സ്നേഹമാണല്ലോ, അല്ലേ? ആ മുല്ല സ്നേഹമാണല്ലോ. അപ്പോൾ ചേച്ചിയുടെ സ്നേഹം, അല്ലേ? ചേച്ചി പകർന്ന സ്നേഹം അതൊരു മുല്ലയായി നിൽക്കുകയാണ്. അത് പറിച്ചു കൊണ്ടുപോകാൻ പറ്റുമെന്നാണ്. അപ്പം എന്താണ്? സ്നേഹബന്ധത്തിൻ്റെ വേര് ഒരാൾക്കും പറിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല എന്ന സത്യം കൊച്ചനുജനെ മുന്നിൽ നിർത്തി നമ്മോട് പറയുകയാണ് കവി ചെയ്യുന്നത്, അല്ലേ? ഈ ഒരു വാചകം കവിതയിൽ എവിടെയുമില്ല. ഒരു മുല്ലയെ കാണിച്ചുകൊണ്ടാണ് കവി അത് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. ഇതാണ് പറയാതെ പറയൽ. കവിത എന്ന് പറഞ്ഞാൽ ഒരു പറയാതെ പറയലാണ്. അവിടെ പറയാതെ പറഞ്ഞു വെക്കുകയാണ് ഇടശ്ശേരി ചെയ്യുന്നത്. ഇതൊക്കെ തന്നെ കവിതയുടെ ആശയ ഭംഗി വർദ്ധിപ്പിക്കുകയല്ലാതെ കുറയ്ക്കുകയില്ല. ഇങ്ങനെ ഒട്ടേറെ പ്രയോഗങ്ങൾ ഇടശ്ശേരിയുടെ കവിതയിൽ നടത്തിയിട്ടുണ്ട്. അമ്പലപ്രാവുകൾ എന്ന പോലെ എന്ന് ഉപമിച്ചു പറയുമ്പോഴും ഞാനറിയാതുള്ള ഭാഷ മുരളുന്ന തേനീച്ചക്കൂടാണതെന്ന് തോന്നി എന്ന് പറയുമ്പോഴും, അതുപോലെ തന്നെ സ്നേഹബന്ധത്തിൻ്റെ വേറെറുക്കാൻ പറ്റില്ലെന്ന് മുല്ലയെ ഉപമിച്ചുകൊണ്ട് പറയുമ്പോഴും ഒക്കെ അദ്ദേഹത്തിന് പറയാനുള്ള ആ ആശയത്തിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ആശയ സമ്പുഷ്ടമായ ഈ കവിത അലങ്കാരിക പ്രയോഗങ്ങൾ കൊണ്ടും വാക്പ്രയോഗങ്ങൾ കൊണ്ടും വളരെ ഭംഗിയുള്ളതാക്കിയിരിക്കുന്നു ഇടശ്ശേരി. വാക്പ്രയോഗത്തിൻ്റെ രണ്ട് ഭംഗി ഏതാണ്? രണ്ട് ഉദാഹരണം ഏതാണ്? ഒന്ന് നീണ്ട നെടുവീർപ്പ്, കനത്ത കിനാവ്. ഇതൊക്കെ പ്രത്യേക അർത്ഥങ്ങൾ തരുന്ന വാക്കുകളാണ്. അത്തരത്തിൽ തൻ്റെ ആലങ്കാരിക പ്രയോഗങ്ങൾ കൊണ്ടും ഉചിതമായ വാക്പ്രയോഗങ്ങൾ കൊണ്ടും മനോഹരമാക്കി തീർത്ത ഇടശ്ശേരി മനോഹരമാക്കി തീർത്ത ഒരു കവിതയാണ് കൊച്ചനുജൻ. നല്ല കവിതയല്ലേ?
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. കുട്ടികളെ, നിങ്ങൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക കേട്ടോ.